ഫ്രണ്ട്സ് എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്ലാസ് 6 മാത്സ് ചാപ്റ്റർ 5 ഡെസിമൽ ഫോംസ്. അതിലെ പേജ് നമ്പർ 79 ആണ്. നമ്മൾ ഓൾറെഡി 3 പേജിലെ പ്രോബ്ലംസ് അപ്ലോഡ് ചെയ്തു കഴിഞ്ഞു. പേജ് നമ്പർ 69, പേജ് നമ്പർ 71 ആൻഡ് പേജ് നമ്പർ 74. ഈ 3 പേജിലെയും പ്രോബ്ലം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുക, അല്ലെങ്കിൽ ക്ലാസ് 6 മാത്സ് എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് പ്രോബ്ലംസ് ആണ്, ആഡ് ചെയ്യാനാണുള്ളത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം. Anu made an 8.5 meter long festoon and Sarah made a 7.8 meters long 1-to-1 decorate their classroom for the school anniversary. What is the total length of the festoon they made? അപ്പം ഫെസ്റ്റൂൺ എന്ന് പറഞ്ഞാൽ നമ്മൾ തോരണം തൂക്കുക എന്നൊക്കെ പറയില്ലേ, അതാണ് ഫെസ്റ്റൂൺ എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ അനു ഉണ്ടാക്കി 8.5 മീറ്റർ, സാറ ഉണ്ടാക്കിയത് 7.8 മീറ്റേഴ്സ് ആണ്. ഇവർ രണ്ടാളും കൂടിയിട്ടുള്ള ടോട്ടൽ ലെങ്ത് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പം നമ്മൾ ഫസ്റ്റ് ഇതിനെ എന്താക്കണം, ഡെസിമൽ ഫോമിൽ നമ്മൾ ഫ്രാക്ഷൻ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. എന്നിട്ട് അത് ആഡ് ചെയ്തിട്ട് തിരിച്ച് വീണ്ടും ഡെസിമൽ ഫോമിലേക്ക് നമ്മൾ ചെയ്യണം. അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് 8.5 മീറ്റേഴ്സ് എന്ന് പറയുമ്പം തന്നെ നമുക്കറിയാം, 8.5 എന്ന് പറയുമ്പം 85/10 ആണ്. അതേപോലെ 7.8 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും, 78/10 മീറ്റേഴ്സ് ആണ്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ആൻസർ നോക്കാം. അപ്പോൾ നമുക്ക് 8.5 മീറ്റേഴ്സിനെ നമ്മൾ കൺവേർട്ട് ചെയ്തു 85/10 മീറ്റേഴ്സ്. പിന്നെ 7.8 മീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ 78/10 മീറ്റേഴ്സ്. ഓക്കെ, ഇത് നമ്മൾ ചെയ്യേണ്ടത് ടോട്ടൽ ലെങ്ത്ത് കാണാനാണ്. ടോട്ടൽ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 8.5 + 7.8 ആണ്. ഓക്കെ, ടോട്ടൽ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ 8.5 + 7.8 ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, 85/10 + 78/10 ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ 85ഉം 78ഉം നമ്മൾ ആഡ് ചെയ്യാണ്. 5ഉം 8ഉം 5 + 8 13. ഓക്കെ, ബാലൻസ് 1 ഇവിടെ ഉണ്ട്. 1 + 8 9, 9 + 7 16. അപ്പോൾ നമ്മൾ 163/10 കിട്ടി. 163/10നെ നമ്മൾ ഡെസിമൽ ഫോമിലാക്കണം. ഇവിടെ ഒരു 0 ആണുള്ളത്, അപ്പോൾ നമ്മൾ 163ക്ക് ഒരു പ്ലേസ് മാറ്റി കുത്തിടണം. അപ്പോൾ 16.3 മീറ്റേഴ്സ് ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആ ക്വസ്റ്റ്യൻ ചെയ്തു. 8.5 മീറ്റേഴ്സിൻ്റെ ആദ്യം നമ്മൾ ഇതിലേക്ക് കൺവേർട്ട് ചെയ്തു 85/10. 7.8നെ 78/10ലേക്ക് മാറ്റി, എന്നിട്ട് രണ്ടും ആഡ് ചെയ്തു. ആഡ് ചെയ്തതിന് നമുക്ക് കിട്ടിയ ആൻസറിനെ നമ്മൾ വീണ്ടും ഡെസിമൽ ഫോമിലേക്ക് ആക്കി. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അമൽ നീഡ്സ് 2.25 meters of cloth and Saga 1.85 meters for school uniform. How many meters of cloth in all? അപ്പോൾ അമലിന് 2.25 മീറ്റേഴ്സ് ക്ലോത്ത് വേണം, സാഗറിന് 1.85 മീറ്റേഴ്സും ക്ലോത്ത് യൂണിഫോമിന് വേണം. അപ്പോൾ രണ്ടും കൂടി എത്ര ക്ലോത്ത് വേണം എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ നമ്മൾ ആദ്യം തന്നെ 2.25 ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം. അപ്പം 2 zeros ആണുള്ളതല്ലേ, അപ്പം 225/100. ഓക്കെ, ഇനി 1.85നെ 185/100. ഇപ്പം നമുക്ക് ചെയ്ത് ഇത് ബൈ ഹാർട്ടായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ആൻസർ നോക്കാം. ക്ലോത്ത് നീഡഡ് ഫോർ, ആദ്യം നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്ത ക്ലോത്ത് നീഡഡ് ഫോർ അമലിന് വേണ്ട തുണി എത്രയാണ്, 2.25 മീറ്റേഴ്സ്. അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്തു 225/10 മീറ്റേഴ്സ്. ക്ലോത്ത് നീഡഡ് ഫോർ സാഗർ 1.85 മീറ്റേഴ്സ്, 185/100. ഓക്കെ, ഇനി നമ്മൾ ടോട്ടൽ ക്ലോത്ത് നീഡഡ് ആണ് കാണേണ്ടത്. അതിന് നമ്മൾ 2.25 + 1.85 ആണ് നമ്മൾ ചെയ്യണം. അപ്പോൾ 225/100 + 185/100. അപ്പം 225നെയും 185നെയും നമ്മൾ ആഡ് ചെയ്യുക. 5 + 5 10, ബാലൻസ് 1. 1 + 2 3, 3 + 8 11, ബാലൻസ് 1. 1 + 2 3, 3 + 1 4.
അപ്പോൾ 4/10/100. ഓക്കെ, 410/100 ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ തിരിച്ച് ഡെസിമൽ ഫോമിലേക്കാവണം. അപ്പോൾ 2 zeros ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, 2 zeros ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 410നെ നമ്മൾ എന്ത് ചെയ്യും? രണ്ട് പ്ലേസ്, 2 zeros ആണല്ലോ, അപ്പോൾ 2 പ്ലേസ് മാറ്റിയിട്ടാണ് നമ്മൾ ഡെസിബൽ ഇടേണ്ടത്. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 4.10. ഇതെന്ന് പറഞ്ഞാൽ 4.1 എഴുതിയാലും കറക്റ്റാണ്. 4.1 meters ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് മൂന്നാമത്തെ ചോദ്യം ഒരു ടിന്നിൻ്റെ വെയിറ്റ് കാണാനാണ്. ഓക്കെ, എ ടിൻ വെയ്സ് 2.85 kilograms. അപ്പോൾ 2.85 എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് 285/100 എന്ന് ഓടി വരണം. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് 12.5 kilogram ഓഫ് റൈസ്. വാട്ട് ഈസ് ദ ടോട്ടൽ വെയിറ്റ്? അപ്പോൾ അതിലെന്ത് നിറച്ചു? 12.5 kilogram റൈസ് നിറച്ചു. ഓക്കെ, അപ്പോൾ 125/10. ഓക്കെ, അപ്പോൾ നമുക്ക് എത്രയാണ് റൈസിൻ്റെയും ടിന്നിൻ്റെയും വെയിറ്റ് എത്ര എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് വെയിറ്റ് ഓഫ് ദ ടിൻ എത്രയാണ്? 2.85 kilogram ആണ്. 285/100. വെയിറ്റ് ഓഫ് ദ റൈസ് എത്രയാണ്? 12.5 ആണ്. അതായത് 125/10 ആണ്. ഓക്കെ, 125/10. ഇവിടെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതുവരെ ചെയ്ത പ്രോബ്ലംസിലൊക്കെ ഇത് കറക്റ്റ് ആയിരുന്നു. ഇത് 100 ആൻസർ, ഇതും 100 ആയിരുന്നു. പക്ഷേ ഇവിടെ രണ്ടും വ്യത്യാസമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ തിരിച്ച് ഈ ഫോമിലേക്ക് 100ലേക്ക് മാറ്റണം. അപ്പോൾ 125/10നെ നമ്മൾ 100ലേക്ക് മാറ്റണമെങ്കിൽ 10 കൊണ്ട് ഇൻറ്റു ചെയ്യണം. 10 × 10 100. 125 × 10 1250. ഓക്കെ, അപ്പോൾ നമുക്ക് അതാണ് ഈ 1250/100 എന്ന് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളത് എന്തുകൊണ്ടാണ് ചെയ്തത്? ഇവിടെ 10 ആണ്, ഇവിടെ 100 ആണ്. അപ്പോൾ രണ്ടിനെയും ഒരേപോലെ ആക്കണം. അപ്പോൾ നമ്മൾ 10 കൊണ്ട് ഇൻറ്റു ചെയ്തു. അപ്പോൾ ഇവിടെ 1250/100 കിട്ടി. ഇനി ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് 2.85 + 12.5 ആണ്. അപ്പോൾ 2.85 എന്ന് പറയുമ്പോൾ 285/100. 12.5 എന്ന് പറയുമ്പോൾ 1250/100. അപ്പോൾ അത് രണ്ടും കൂടി നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. 1250യും 285 നമ്മൾ ആഡ് ചെയ്തു. 0 + 5 5 5 + 8 എത്രയാണ്? 5 + 8 13 ആണ് വരിക. ബാലൻസ് 1 ഉണ്ട്. 1ഉം 2ഉം 3, 3ഉം 2ഉം 5. ഓക്കെ, 1. അപ്പോൾ ഇവിടെ ആൻസർ എത്രയാണ് വരിക? 1535/100. അപ്പോൾ നമ്മൾ പോയിൻ്റ് എവിടെ കൊടുക്കും? ഇവിടെ 2 zeros ആണുള്ളത്. അപ്പോൾ നമുക്ക് പോയിൻ്റ് എവിടെ കൊടുക്കാം? 15.35. ഓക്കെ, 15.35 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, കെ ജി എന്ന് എഴുതാൻ മറക്കരുത്. നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. നെക്സ്റ്റ് നമുക്ക് എന്താണ് പ്രോബ്ലം? ബാക്കുൽ walks 2.25 kilometers in the morning and 1.5 kilometers in the evening every day. What is the total distance she walks every day? അപ്പോൾ ബക്കുള്ള 225 കിലോമീറ്റർ രാവിലെയും നടക്കും, 1.5 കിലോമീറ്റർ ഈവനിങ്ങിലും നടക്കും. അപ്പോൾ എത്ര കിലോമീറ്ററാണ് ഒരു ദിവസം നടക്കുന്നതെന്നാണ്. അപ്പോൾ മോർണിംഗ് വാക്കിന് 2.25 കിലോമീറ്റർ ആണ്. അപ്പോൾ 225/100. ഈവനിങ് വാക്കിന് 1.5 കിലോമീറ്റർ ആണ്. അപ്പോൾ 15/10. ഇവിടെ വ്യത്യാസം നോക്കൂ, ഇവിടെ 100ഉം ഇവിടെ 10ഉം ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 15/10നെ നമ്മൾ 100ലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 15/10നെ 100ലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 10 × 10 100. അപ്പോൾ 15 × 10 150. അങ്ങനെയാണ് ഇവിടെ 150 കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഇതെന്താ 150, ഇതെന്താ 150ക്ക് കാരണം ഇത് 100 ആണെന്ന് ഇതും 100 ആവണം. രണ്ടിനെയും നമ്മൾ ഈക്വൽ ആക്കണം. അതുകൊണ്ട് നമ്മൾ 10 കൊണ്ട് ഇൻറ്റു ചെയ്തു. ഇനി ടോട്ടൽ ഡിസ്റ്റൻസ് കാണും 2.25 + 1.5 നമ്മൾ ചെയ്യാണ്. 225/100 + 150. അപ്പോൾ നമ്മൾ 225ഉം 150ഉം ആഡ് ചെയ്തപ്പോൾ നമുക്ക് 375/100 ആണ് കിട്ടിയത്. അപ്പോൾ 375/100നെ നമ്മൾ ഡെസിമൽ ഫോമിലാക്കുമ്പോൾ 2 zeros ആണുള്ളത്. അപ്പം പോയിൻ്റ് കഴിഞ്ഞ് 2 പ്ലേസ് ആണ് വേണ്ടത്. 3.75 കിലോമീറ്റർ എന്നാണ് നമ്മുടെ ആൻസർ. ഇനി ലാസ്റ്റ് പ്രോബ്ലം ആണ് ഇതിലുള്ളത്. 2 ബോട്ടിൽസിൻ്റെ ആണ്.
two small bottle contains 0.850 liter and 0.375 liters of honey. Honey ആണുള്ളത് രണ്ടെണ്ണത്തിലും. ഒന്നിൽ 0.850 ഒന്നിൽ 0.375 ആണുള്ളത്. If the both bottles are emptied in large bottle, how much money does it contains? അപ്പോൾ ഇത് രണ്ടും കൂടി ഒരു പുതിയ വലിയ ബോട്ടിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ എത്ര ഹണി ഉണ്ടാവും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് നോക്കാം. ഹണി ഇൻ ദ ഫസ്റ്റ് ബോട്ടിൽ ഹണി 0.850 ആണ്. അപ്പോൾ 850/100 ലിറ്റേഴ്സ് ആണ്. ഹണി ഇൻ ദ സെക്കൻഡ് ബോട്ടിൽ 0.375 ലിറ്റേഴ്സ് ആണ്. അപ്പം 375/1000. ഓക്കെ, ഇനി ടോട്ടൽ ഹണി എന്ന് പറയുന്നത് 850-ഉം 375-ഉം കൂട്ടാനാണ്. അപ്പോൾ 850/1000 പ്ലസ് 375/1000. അപ്പോൾ നമുക്ക് 850 പ്ലസ് 375 ആണ്. ഓക്കെ, അപ്പോൾ 0 പ്ലസ് 5 5, 7 പ്ലസ് 5 12 ആണ്. 1 പ്ലസ് 8 9, 9 പ്ലസ് 3 എത്രയാണ്? 9 പ്ലസ് 3 12 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ എത്രയാണ്? 1,225,225/1000. ഇനി ഇതിനെ നമ്മൾ ഡെസിമൽ ഫോമാറ്റിലേക്ക് മാറ്റണം. ഇവിടെ 3 zeros ആണുള്ളത്. അപ്പോൾ നമ്മുടെ ആൻസറിൽ എത്ര പോയിന്റ് വേണം? 1 2 3 1.225. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 1.225 ലിറ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ 5 പ്രോബ്ലംസ് ആണ് ചെയ്തത്. പേജ് നമ്പർ 17 പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്തത്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ ഒരൊറ്റ പേജിൽ പ്രോബ്ലംസേ ബാക്കിയുള്ളൂ. പേജ് നമ്പർ 82 അതിന് നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? സബ്സ്ട്രാക്ഷൻ ആണ്. ഇവിടെ നമ്മൾ അഡീഷൻ ആണ് ചെയ്തത്, അതിന് നമ്മൾ സബ്സ്ട്രാക്ഷൻ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അതും കൂടി ചെയ്താൽ ഈ ചാപ്റ്ററിൻ്റെ ഫുൾ വീഡിയോസ് ഒരൊറ്റ വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്